ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന രംഗങ്ങൾ, ചരിത്രം കണ്ട ഏറ്റവും സാഹസികവും നാടകീയവുമായ സൈനിക നീക്കം. അതാണ് ഓപ്പറേഷൻ എൻഡബേ അഥവാ ഓപ്പറേഷൻ തണ്ടർബോൾട്ട്. 4000-ലേറെ കിലോമീറ്റർ സഞ്ചരിച്ച് മറ്റൊരു രാജ്യത്തിന്റെ അതീവ സുരക്ഷയുള്ള വിമാനത്താവളത്തിനുള്ളിൽ ബന്ദിയാക്കിയ 106 പേരെ രക്ഷപ്പെടുത്താൻ ഇസ്രായേൽ കമാൻഡോകളുടെ മിന്നൽ പോര് നടന്നത് ഉഗാണ്ടയിൽ. അതേ ശത്രുക്കളെ കൊന്നു തിന്നിരുന്നുവെന്ന് പറയപ്പെടുന്ന ലോകം കണ്ടതിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഭരണാധികാരി ഈദി അമീൻ എന്ന കൊടും ക്രൂരന്റെ നാട്. 50 വർഷം മുൻപ് നടന്ന ദൗത്യത്തെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ അതീവ രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ജർമ്മൻ മാധ്യമമായ വെൽറ്റ്. വെൽറ്റ് നൽകിയ ഔദ്യോഗിക അഭ്യർത്ഥനയെ തുടർന്ന് ദൗത്യത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ജർമ്മൻ സർക്കാരിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിൽ നിന്നുള്ള രഹസ്യരേഖകൾ പരസ്യപ്പെടുത്തിയത്. 1977 ഏപ്രിലിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥർക്ക് മാത്രം കടുത്ത സുരക്ഷാ നിർദ്ദേശങ്ങളോടെ വ്യക്തിപരമായി വിതരണം ചെയ്ത 109 പേജുകളുള്ള ഹീബ്രു ഭാഷയിലുള്ള ബുക്ക്ലെറ്റിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിലുള്ളത്. ബുക്ക്ലെറ്റ് ലഭിക്കുന്ന ഓഫീസർ തന്റെ യൂണിറ്റിലെ മറ്റു ഉദ്യോഗസ്ഥർക്കോ പുറത്തുള്ളവർക്കോ ഇത് കൈമാറാൻ പാടില്ല എന്ന കർശന വിലക്കോടെയായിരുന്നു നൽകിയിരുന്നത്. 1976 ജൂൺ അവസാനത്തോടെയാണ് ടെൽ അവീവിൽ നിന്ന് പാരീസിലേക്ക് ഏഥൻസ് വഴി പറന്ന എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് AF139 പലസ്തീൻ ജർമ്മൻ ഭീകരർ തട്ടിക്കൊണ്ടുപോകുന്നത്. 248 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ ഇസ്രായേലികളല്ലാത്തവരെ വിട്ടയച്ചു. എന്നാൽ ഇസ്രായേലികളെയും വിമാനത്തിലെ ജീവനക്കാരെയും ബന്ദികളാക്കുകയായിരുന്നു. 100-ലധികം വരുന്ന ഇവരെ രക്ഷിക്കാൻ ഇസ്രായേലി കമാൻഡോകൾ നടത്തിയ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന അതീവ രഹസ്യ ദൗത്യത്തിന്റെ അണിയറ കഥകൾ, അതിന്റെ ആസൂത്രണം തുടങ്ങിയവ കമാൻഡോ ഓപ്പറേഷനുകൾക്കുള്ള ഗൈഡായി മാറി. കമാൻഡോകൾ തയ്യാറാക്കിയ രക്ഷാപ്രവർത്തന പ്ലാനിനെ 4 ഘട്ടങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. 1-ാം ഘട്ടം, പഴയ ടെർമിനൽ കെട്ടിടം സുരക്ഷിതമാക്കാൻ ഒരു സിംഗിൾ എയർക്രാഫ്റ്റ് ആദ്യം റൺവേയിൽ ഇറക്കുക. 2-ാം ഘട്ടം, ബാക്കിയുള്ള സൈനികരെ വിമാനത്താവളത്തിലിറക്കി റൺവേയും എയർപോർട്ടും പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുക. 3-ാം ഘട്ടം, ബന്ദികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുകയും ചെയ്യുക. 4-ാം ഘട്ടം, എല്ലാവരുമായി സുരക്ഷിതമായി അവിടെ നിന്നും തിരികെ പറക്കുക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മൂത്ത സഹോദരൻ യോനാഥൻ നെതന്യാഹുവിന്റെ നേരിട്ടുള്ള കമാൻഡിന് കീഴിലുള്ള സൈറത്ത് മത്കൽ എന്ന എലൈറ്റ് യൂണിറ്റിലെ 34 പ്രമുഖ സൈനികരാണ് ആദ്യഘട്ടത്തിന് നിയോഗിക്കപ്പെട്ടത്. ഉഗാണ്ടൻ ഏകാധിപതി ഈദി അമീൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള കറുത്ത മെഴ്സിഡസ് 220D കാറിലും 2 ലാൻഡ് റോവറുകളുമായി ഇവർ വിമാനത്തിൽ നിന്നിറങ്ങി ടെർമിനലിലേക്ക് നീങ്ങി. ഈദി അമീൻ വരുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉഗാണ്ടൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനായിരുന്നു ഈ നീക്കം. 2-ാം ഘട്ടത്തിൽ 152 സൈനികരാണ് പങ്കെടുത്തത്. മുൻപ് യോം കിപ്പൂർ യുദ്ധത്തിൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത സോവിയറ്റ് നിർമ്മിത BTR-152 വാഹനങ്ങളും ഫ്യൂഷർ ലൈറ്റ് ട്രക്കുകളുമാണ് ഇവർ ഉപയോഗിച്ചത്. പരിക്കേൽക്കുന്നവരെ ചികിത്സിക്കാൻ വിദഗ്ധ ഡോക്ടർമാരും മെഡിക്കൽ സംഘവും ഈ ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്നു. 1976 ജൂലൈ 3 ഉച്ചയ്ക്ക് 3:30 ഇസ്രായേൽ സർക്കാരിന്റെ അനുമതിയോടെ 4 C-130 ഹെർക്കുലീസ് വിമാനങ്ങൾ എൻഡബേ ലക്ഷ്യമാക്കി പറന്നത്. ചെങ്കടലിന് മുകളിലൂടെ അന്താരാഷ്ട്ര വ്യോമപാത വഴി ജിബൂട്ടിക്ക് മുകളിലൂടെ പറന്ന് എത്യോപ്യൻ അതിർത്തി വഴി അതീവ രഹസ്യമായാണ് വിമാനങ്ങൾ നീങ്ങിയത്. രാത്രി കൃത്യം 11:01 ആദ്യ ഹെർക്കുലീസ് വിമാനം റൺവേ തൊട്ടു. വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി ചാടിയ കമാൻഡോകൾ റൺവേയിലെ ലൈറ്റുകൾക്ക് പകരമായി ലാൻഡിംഗ് ലൈറ്റുകൾ സ്ഥാപിച്ചു. 11:08 ആയപ്പോഴേക്കും ബാക്കി വിമാനങ്ങളും നിലത്തിറങ്ങി. ലക്ഷ്യത്തിന് 100 മീറ്റർ അടുത്തെത്തുന്നതുവരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ സുഗമമായിരുന്നു. എന്നാൽ വഴിയിൽ കാവൽ നിന്ന ഒരു ഉഗാണ്ടൻ സൈനികന് നേരെ നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം കമാൻഡോകൾ വെടിയുതിർത്തതോടെ കാര്യങ്ങൾ നാടകീയമായി മാറിമറിഞ്ഞു. കമാൻഡോകൾ പഴയ ടെർമിനലിന്റെ ഹാളിലേക്ക് ഇരച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന 5 പലസ്തീൻ ഭീകരരെയും 2 ജർമ്മൻ ഭീകരരായ വിൽഫ്രഡ് ബോസ്, ബ്രിജിറ്റ് കുൽമാൻ എന്നിവരെ വധിച്ചു. 1 മിനിറ്റിൽ താഴെ മാത്രം നീണ്ടുനിന്ന വെടിവയ്പിൽ ഹാളിലുണ്ടായിരുന്ന 105 ബന്ദികളിൽ 3 പേർ വെടിയേറ്റ് മരിച്ചു. 13 പേർക്ക് പരിക്കേറ്റു. ഹാളിൽ വെളിച്ചമുണ്ടായിരുന്നതുകൊണ്ട് ഭീകരരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതും ഭൂരിഭാഗം ബന്ദികളും തറയിൽ കിടന്നതുമാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. ഈ പോരാട്ടത്തിനിടയിലാണ് ടീം ലീഡറായ യോനാഥൻ നെതന്യാഹുവിന് വിമാനത്താവളത്തിലെ കൺട്രോൾ ടവറിൽ നിന്നുള്ള ഉഗാണ്ടൻ സൈനികന്റെ വെടിയേൽക്കുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൺട്രോൾ ടവറിലുണ്ടായിരുന്ന 8 ഉഗാണ്ടൻ സൈനികരെയും ഇസ്രായേൽ സൈന്യം പിന്നീട് വധിച്ചു. സൈനിക നടപടിക്ക് ശേഷം രാത്രി 11:51 ആദ്യ ഹെർക്കുലീസ് വിമാനം ബന്ദികളുമായി എൻഡബേയിൽ നിന്ന് പറന്നുയർന്നു. 3 മിനിറ്റുകൾക്ക് ശേഷം ബാക്കി വിമാനങ്ങളും എൻഡബേ വിട്ടു. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകാനും വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനും കെനിയയിലെ നെയ്റോബി വിമാനത്താവളം ഉപയോഗിക്കാൻ കെനിയൻ സർക്കാർ രഹസ്യമായി അനുവാദം നൽകിയിരുന്നു. തുടർന്ന് അവിടെ നിന്ന് ഇസ്രായേലിന്റെ ബെൻ ഗുരിയൻ വിമാനത്താവളത്തിൽ ബന്ദികൾ സുരക്ഷിതമായി എത്തിച്ചേർന്നു. ഈ ദൗത്യത്തെ മനുഷ്യത്വപരവും ധാർമ്മികവും സൈനികവുമായ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയമെന്നാണ് അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇഷാക് റാബിൻ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ നാണക്കേടിന് പകരമായി ദൗത്യം നടക്കുന്ന സമയത്ത് ശ്വാസതടസ്സം കാരണം ഉഗാണ്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന
ഡോറ ബ്ലോഷ് എന്ന ബന്ദിയെ ഈദി അമീന്റെ അടുത്ത അനുയായികൾ ജൂലൈ 4-ന് ആശുപത്രിയിൽ കയറി ക്രൂരമായി കൊലപ്പെടുത്തി പ്രതികാരം വീട്ടി. ഈദി അമീന്റെ ഈ പ്രതികാരം ക്രൂരതയുടെ മറ്റൊരു മുഖമായി ലോകം ഇന്നും കാണുന്നു.